ഇത് കുറച്ച് ഹാർഡ് ബോസ് ആണ്. ട്രൈ ചെയ്ത് നോക്ക്. ഇത് കുറച്ച് കുറെ പേർക്ക് സീൻ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ചന്ദ്രൻ ഒറ്റയടിക്ക് അടിച്ചിട്ട് ഇവനെ. തീയുണ്ട്, അപ്പൊ മനസ്സിലായല്ലോ. തീയുണ്ട്, അപ്പൊ തീയുടെ സാധനങ്ങളും യൂസ് ചെയ്യണം. അത് തലയിൽ എപ്പോഴും വരണം. ഇല്ല ആനിമേഷൻ വന്നു കഴിഞ്ഞിട്ടുള്ള നിനക്ക് അറ്റാക്ക് തുടങ്ങുള്ളൂടാ. കരടിയോ? അടിച്ച് പൊട്ടിയാ അത്ര നല്ല ഡാമേജ്, നല്ല അറ്റാക്കിംഗ് പാറ്റേൺ. നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ ക്ലൗഡ് ഉണ്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. താഴെ വീണ് അടിക്കാൻ ലൈറ്റ് സ്പാൻ ചെയ്തോണ്ടിരിക്കും. ഹെവി ഉണ്ട് നൈസ്. പോയി അതാണ് പറഞ്ഞ തീയിടുക. ഡോട്ട് ചെയ്തിട്ട് പയ്യെ ടൈം കിട്ടുമ്പോ തീ അടിക്കണേ. നൈസ് ഡോഡ്ജ്. തീ കത്തി റോൾ ചെയ്യണേ. ഹീൽ ചെയ്യാം. ക്ലൗഡിൽ ഒരുപാട് നേരം നിൽക്കരുത്. നൈസ്, നല്ല കളി. ഇത്രേ ഉള്ളൂ ക്യാരക്ടർ. നല്ല ഡോഡ്ജ്. ഇമ്മോബിലൈസ് ഉണ്ട്. അമ്മീണ് പോയി. ക്ലൗഡ് വെറുതെ കളയല്ലേ. നല്ല കുഴപ്പമില്ല. ഹീലുണ്ട്, നമുക്കൊരു ഹീൽ അടിക്കാം. തീയാണ്. ഡോട്ട് ചെയ്ത് കളിച്ചോ കുറച്ചു നേരം. ഒന്ന് കുഴപ്പമില്ല. കോൺസെൻട്രേറ്റ്. ക്ലൗഡ് ഉണ്ട് നമുക്ക്. ക്ലൗഡ് ഹീല്. ആ ബോഡിയുടെ അടുത്ത് നിൽക്കരുത്. നൈസ്. അതെന്താ പ്രശ്നം പറ്റിയെന്ന് അറിയാമോ? നല്ല ട്രൈ ആയിരുന്നു. ഫസ്റ്റ് ട്രൈ ഇത്രയും കിടിലോട്ട് കളിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാസ്ട്രോ കിടിലൻ ട്രൈ ആയിരുന്നു. ക്ലൗഡിന്റെ ബോഡിയുടെ അടുത്ത് പോയി നിന്ന് ക്ലൗഡ് ഇട്ട്, അതായത് അവൻ ആ ബോഡിയെ അടിച്ചടി നിനക്ക് ക്ലൗഡിൽ കിട്ടി. അതാണ് പറ്റിയത്. അത് അവന്റെ ഹെവി അറ്റാക്കാ. നല്ല ഡാമേജ് ഉണ്ട്. മൊബിലൈസർ കൊടുക്കുക. നൈസ് ഗ്യാസ്. നല്ല കളി. അൾട്ടുണ്ട് നമുക്ക് അൾട്ടുണ്ട്. ഇല്ല അവണേ. അത് ടൈം കിട്ടി. കുഴപ്പമില്ല. നമുക്ക് ക്ലൗഡിൽ പോയി തീയിടാം. അത് വേണ്ടായിരുന്നു. ക്ലൗഡിൽ പോയിട്ടാ മതിയായിരുന്നു. കുഴപ്പമില്ല. ഡോട്ട് ചെയ്യാൻ കളിക്കാം. നൈസ്.
കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. നൈസ് കാസ്ട്രോ. നമുക്ക് ക്ലൗഡ് ഹീൽ എടുക്കാം. ഒരു ഹീൽ എടുക്കാം. എന്നിട്ട് അവനെ ക്ലോസ് അടി കൊടു മറിഞ്ഞു വീണ്. കൊള്ളാം കാസ്ട്രോ. കിടിലം കളി കാസ്ട്രോ. ചില്ലാവ് കാസ്ട്രോ. നമുക്കൊന്ന് ചില്ലാവാം കാസ്ട്രോ. ബാക്ക് നമുക്കൊന്ന് ചില്ലാവാം കാസ്ട്രോ. വാ പുറകോട്ട്. മൊബിലൈസ് ഒക്കെ വരും. പയ്യെ ബാക്ക് വാ. നമുക്ക് ചില്ലായിട്ട് കളിക്കാം. നമ്മുടെ അടുത്താണ് അഡ്വാൻറ്റേജ് ഉള്ളത്. നൈസ്. സ്റ്റാമിന ഇല്ല നമുക്ക്. നൈസ്. ഓ നൈസ്. കുഴപ്പമില്ല. അടുത്ത അവന്റെ ഹെവി അറ്റാക്ക് കഴിഞ്ഞാൽ നമുക്ക് ക്ലൗഡ് ഹീൽ ചെയ്യാവേ. ക്ലൗഡ് ഹീൽ. ക്ലോസ് ബേ കൊടു. അത്രേ ഉള്ളു. കൊടു. നമുക്ക് 4 ഇപ്പൊ വരുവേ. ക്യാപ്റ്റർ ഒന്ന് ചില്ല. അവന്റെ അടുത്തൊന്ന് മാറിക്കളി. നമുക്ക് 4 വരും. നമ്മൾ ഡോഡ്ജ് മോഡിലാണ് നമ്മൾ ഡോഡ്ജ് മോഡിലാണ്. ബാക്ക് വാ. ഹീലടി. ഒരു ഹീലോട് അടിച്ചോ. കുഴപ്പമില്ല. അത് മേടിക്കരുത്. ഡോഡ്ജ് മോഡ് നമ്മൾ ബാക്ക് വാ. 4 ഇപ്പൊ വരും. നമുക്ക് ഒന്ന് ചില്ലായ കിട്ടും. ഹെൽത്ത് കളയരുത്. നമുക്ക് ട്രാൻസ്ഫോം. നൈസ് ഡോഡ്ജ്. കുഴപ്പമില്ല. റോളി. 4 ഇപ്പൊ വരും. നാലില്ലേ സാധനം? 4 വരും. ട്രാൻസ്ഫോം ആയിക്കോ. ഡോഡ്ജ്. നൈസ്. ലൈറ്റ് അറ്റാക്ക്. നമ്മുടെ ബോഡി 1 HP ആണ് കഷ്ടം. നൈസ് കഷ്ടം. നമ്മൾ രണ്ടുപേരും 1 HP. കൊടു. Let's go Castro. കിടിലം കളി. ആ ട്രാൻസ്ഫോമിന് വെയിറ്റ് ചെയ്ത് നിന്നതിന് താങ്ക് യു കാസ്ട്രോ. എന്റെ അമ്മ അത് കിട്ടിയോണ്ട് മാത്രം കഴിച്ചാലേ. Fortune is no longer on your side. No one will come to your aid. All I need is to take it elsewhere and rebuild everything anew. Great sage! Oh, pardon me, young sage. Mercy, young sage, have mercy. I was just a pawn of the Celestial Court. If given a choice, who dared to challenge the mighty wrecker of the Celestial Palace? His words ring true. No matter how daring he was, he had not the nerve to harm the great sage. There must be someone else pulling all the strings. Exactly, and this thing is eerie. I had no idea how to make use of its power, except to enshrine it up there, tricking lesser Yaoguais into offerings.
If you pardon me, I'll go back to Guanyin to atone for my actions and be put back on the engaging band. You will never see me out there anymore. മയിലോ ഹലോ Oh, ignore this nonsense. Go now, little monkey. Go and retrieve the great sage's relic. ഓ ഇവിടുന്ന് കിട്ടുന്ന മറ്റേ സാധനമല്ലേ അതെ, ഇതാണ് നിന്റെ ആദ്യത്തെ റെലിക്. ഇതാണ് നിന്റെ ഫസ്റ്റ് റെലിക്. ഇങ്ങനത്തെ 6 കളക്ട് ചെയ്യണല്ലേ, 6 ചാപ്റ്റർ. അതെ. ബ്ലാക്ക് ക്ലൗഡ് റെഡ് ഫയർ. ഇതാണ് നിന്റെ ആദ്യത്തെ റെലിക്. ഇത് കണ്ടോ, ഇതാണ് റെലിക്കിന്റെ ഓവറോൾ ഉള്ള. ഇതില് ഒന്നാമത് 2, 3, 4 സെൻട്രൽ 6 സെൻട്രലത്തെ 6. ഇതിന്റെ ആദ്യത്തേതാണ് ഇത്. ഇനി ജസ്റ്റ് അടിച്ച് കൺഫേം കൊടുത്ത് മാർക്ക് പറഞ്ഞു കിട്ടി. നീ ലെവൽ 20 ഞാൻ ലെവൽ 30 ഇത് കഴിഞ്ഞപ്പോ. അതായത് ലെവൽ കൂടുന്നതാണ് ശോകം, ലെവൽ കുറവ് തീർക്കുന്നതാണ് നല്ലത്. ഇപ്പൊ നീ ലെവൽ നീ ഇവിടുന്ന് എക്സിറ്റ് അടിച്ചോ, നാളെ ഇവിടെ തൊട്ട് തുടങ്ങാം. അതാ നല്ലത്. അതാകുമ്പോ എല്ലാവർക്കും ഒരു ചാപ്റ്റർ എൻട്രിയും കൊടുക്കാം. ലെവൽ പറയുമ്പോ ഹാർഡ് കുറയോ? അങ്ങനല്ല. ഇതിനൊരു ലെവല് കൂടുന്നതിനനുസരിച്ച് ലെവല് കുറവതിൽ തീർക്കുന്നവരാണ് പ്രോ എന്നുള്ള രീതിയിലാണ്, മനസ്സിലായോ? ട്രൈ ചെയ്യുമ്പോ ലെവൽ സ്പാർക്ക് കിട്ടും, അത് വേറെ കാര്യമാണ്. നമുക്ക് തോൽപ്പിക്കാം. അപ്പൊ ഇത് കുറഞ്ഞ സ്കില്ല് വെച്ച് ഓപ്പിച്ച് അത്രയും കളിക്കറിയാൻ മനസ്സിലായില്ലേ? അത്ര അതാണ് അതിന്റെ ഒരു. ചിലവന്മാർ എന്ത് ചെയ്യണമെന്ന് അറിയോ? NPC ബോട്ടുകളില്ലേ, അവന്മാരെ പോയി അടിച്ചടിച്ച് റെസ്റ്റ് എടുക്കും, അടിച്ചടിച്ച് അങ്ങനെ സ്പാർക്ക് കയറ്റും. ഫുള്ള് സ്പാർക്ക് ലെവൽ ഗ്രൈൻഡ് ചെയ്തിട്ടിരുന്നു ബോസിനെ ഫൈറ്റ് ചെയ്യാൻ. അപ്പൊ ഈസി ആയിരിക്കും അടിക്കാൻ ഈസി ആയിരിക്കും. ശൈലി കാര്യമില്ല, സെയിം ലെവലിലാകുമ്പോഴാണ് ഒരു ഇതുണ്ടാവുക. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റിലത്തെ ബോസ് ആയിട്ട് അടുത്ത് സ്ട്രഗിൾ ചെയ്യും. ഈ ശരിക്കും നമ്മള് ഡോഡ്ജ് ഇതെല്ലാം പഠിക്കുന്നത് ഈ ഇനിഷ്യൽ ബോസുകളെ കറക്റ്റ് ആയിട്ട് ഡോഡ്ജും അടിച്ചും പഠിച്ചിട്ടാണ്. ആദ്യമേ നമ്മൾ മറ്റേ OP ആയിട്ട് ഇനിഷ്യൽ ബോസിനെ ഈസി ആയിട്ട് സ്ട്രാഫ് ഡാമേജിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും സ്ട്രഗിൾ ചെയ്യും. കുഴപ്പമില്ല, എർലിംഗ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാസ്ട്രോയ്ക്ക് വേണ്ടിയിട്ട്. ഒരു 3-4 ദിവസം അവന് വേണ്ടിട്ട് ഇരിക്കും. എനിക്ക് തോന്നുന്നു ചാപ്റ്റർ 1 നിനക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാടാ. ചാപ്റ്റർ 2 ഒരു ദിവസം കൊണ്ട് തീർക്കാം. 3 മിനിമം 2 ദിവസമെങ്കിലും വേണം. ചാപ്റ്റർ 2 എനിക്ക് നാളെ ഇതേപോലെ നീ അടിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. ചാപ്റ്റർ 2ലും ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞില്ലേ നിന്റെ അടുത്ത്, ഈ ചാപ്റ്റർ 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം മൈന്യൂട്ട് ആയിട്ടുള്ള കുറെ ആൾക്കാരോട് സംസാരിച്ച് സൈഡ് ഇവന്റ്സ് ഒക്കെ കുറെ ഉണ്ട്. അതാതെങ്കിലും ഒരാള് കൂടെ ഇരുന്ന് പറഞ്ഞു തരാനുണ്ടെങ്കിൽ സെറ്റാണ്. മിസ്സായി കഴിഞ്ഞാൽ പകുതി ആയിട്ടുള്ളൂ ഞാൻ. 2 കുറച്ച് പാടാണ്. എന്നാല് ട്രൈ ചെയ്ത് നോക്ക്, നീ എല്ലാം ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഇവന്റ്സ് പറഞ്ഞത് സ്പോയിലപ്പ് ആയി പോകുന്നത്. നാളെ നോക്കാം. അത് അപ്പൊ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുന്ന രസം. എല്ലാ ചാപ്റ്ററും കൂടെ ഒരു 6 ദിവസത്തിനകത്ത് തീർക്കാൻ പാടാണ്. ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് ചാപ്റ്റർ 4, 3 ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ. ചാപ്റ്റർ എന്റെ ഒരു പാറ്റേൺ പറയുകയാണെങ്കിൽ ഞാൻ കളിച്ചത് വെച്ച് ഞാനൊരു ആവറേജ് ഒരു ദിവസം ലൈവ് ചെയ്തോണ്ടിരുന്നത് 7 മണിക്കൂർ വെച്ചിട്ടാണ്. ഞാൻ 5 മണിക്കൂർ 4 മണിക്കൂർ. അതില് ചാപ്റ്റർ 2 എനിക്ക് 2 ദിവസം എടുത്ത്. ചാപ്റ്റർ 2 2 ദിവസം, ചാപ്റ്റർ 3 2 ദിവസം, ചാപ്റ്റർ 4 2 ദിവസം, ചാപ്റ്റർ 5 2 ദിവസം, ചാപ്റ്റർ 5 ഒരു ദിവസം, ചാപ്റ്റർ 6 2 ദിവസം. 7 മണിക്കൂർ വെച്ചിട്ടാണോ? ചാപ്റ്റർ 2 ഞാന് അല്ല ചാപ്റ്റർ 2 ഞാന് 4 മണിക്കൂർ 8 മണിക്കൂർ ഉണ്ടാ 2 ദിവസത്തിൽ തീർത്തെ. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ നിനക്ക്, ചിലപ്പോ ഞാൻ ഈ കരടിയുടെ ഒക്കെ എടുത്ത് ഹാർഡ് സ്റ്റക്ക് ആയിരുന്നു. ഈ കരടിയുടെ അടുത്ത് ഞാൻ നല്ലപോലെ പെട്ട്. നീ കരടിയൊക്കെ 2-3 മൂന്നാമത്തെ ട്രയൽ അടിച്ച്. അത് ഓരോരുത്തർക്ക് ഓരോ ഇതാടാ. അത് അനുസരിച്ച് ഒരിക്കലും പറയാൻ പറ്റില്ല. അതെ. അപ്പം എനിവേ നീ കളിച്ച് തീർക്കണം. ഇത് കിറ്റ് ചെയ്യരുത്, അത് മാത്രമേ ഉള്ളൂ. ഈ സാധനം ഇതൊക്കെ ഉണ്ടായിരുന്നു. എപ്പോ കിട്ടാറില്ല, ഇന്ന് കിട്ടാറില്ല, അപ്പൊ ചെയ്യാച്ചിട്ടായിരുന്നു സാധനം. അങ്ങനെ ഓക്കെ. അപ്പം ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഓഡിയൻസ് RP കാര്യങ്ങളിനകത്ത് ഡ്രാഗ് ചെയ്ത് ഇത്ര നേരം ഇരുന്ന് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു. അപ്പൊ ഡിമ ബൈ, ഗുഡ് നൈറ്റ്. സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പെട്ടേനെ.
സീനില്ല. എന്തായാലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ ഓക്കെ ഓക്കെ ബൈ ബൈ ബൈ. ഓക്കെ ഓക്കെടാ.